ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരുമ്പോൾ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ബഹുമാന്യനായ VD സതീശൻ സാറിന്റെ നേതൃത്വത്തിൽ അത് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ സമരത്തെ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളീയരുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുടെ സ്നേഹപുരസ്സരം ക്ഷണിച്ചുകൊള്ളു. ഏറ്റവും പ്രിയകരായ അധ്യക്ഷൻ, എൻ്റെ സ്നേഹിതൻ ശ്രീ AK അഷ്റഫ് MLA, ഏറ്റവും ബഹുമാന്യനായ ശ്രീ സൈദുള്ള MLA, ശ്രീ ജനറൽ കൺവീനർ ശ്രീ KT ഉമർ ഉൾപ്പെടെ നമ്മുടെ വിവിധ കർഷക സംഘടനകളുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട കോഴി കർഷകർ, ഇന്ന് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ കർഷകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ നിർണായകമായ പങ്കുവഹിക്കുന്നവരാണ് കോഴി കർഷകർ. പല സാമ്പത്തിക വിദഗ്ധന്മാർക്കും ആ കാര്യം അറിയില്ല. 10-15,000 കോടി രൂപയുടെ ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ കോഴി കർഷകർ നിർവഹിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും തമാശയായി പറയാറുള്ളത് പോലെ നാളികേര കൃഷിക്കോ നെൽകൃഷിക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ ബിസിനസ് ഈ രംഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു കാർഷിക വൃത്തിയായി ഇതുവരെ അംഗീകരിക്കപ്പെട്ടു. പറയുമ്പോൾ കോഴി കർഷകർ എന്ന് പറയുന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. കാർഷിക വൃത്തിയായി അംഗീകരിക്കുകയോ അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങളോ സബ്സിഡിയോ ഒന്നും കിട്ടുന്നില്ല. രണ്ടാമത്തെ വിഷയം, ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുന്നില്ല. വൈദ്യുത സാഹിബിയുടെ സൂചിപ്പിച്ചതുപോലെ ലൈസൻസ് രാജ അല്ലേ, ലൈസൻസ് രാജ. ഷെഡ് പണിയുന്നതിന് പ്രശ്നം അല്ലേ, ഓരോ സ്ക്വയർ മീറ്ററിനും പ്രശ്നം. റവന്യൂ വകുപ്പിലെ ഒറ്റത്തവണ നികുതി വേറെ, ലേബർ പ്രശ്നങ്ങൾ വേറെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വിഷയങ്ങൾ വേറെ. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നിട്ടാണ് നിങ്ങൾ ബിസിനസ്സിൽ പോകുന്നത്. ഒരുപാട് ഏജൻസികളുടെ അംഗീകാരം, അതിൻ്റെ പൈസ അടവ്, പിന്നെ പുതുക്കല്, പിന്നെ നികുതി വർധനവ്, ഇതെല്ലാം എലക്ട്രിസിറ്റി ചാർജ് കൂടിയാലും നിങ്ങളതിൻ്റെ ഭാരം വഹിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈസൻസ് രാജുള്ള ഒരു മേഖല ഈ കോഴി കർഷകരുടെ മേഖലയാണ്. ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ കൊണ്ടുവന്നെന്ന് പറയുന്നു. അതൊന്നും നിങ്ങൾക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഇതൊരു പ്രത്യേക ഇതായിട്ട് മാറ്റി നിർത്തിയിരിക്കുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് 1 കൃഷി വകുപ്പും 2 മൃഗസംരക്ഷണ വകുപ്പും. ഈ 2 വകുപ്പിലും നിങ്ങളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയും ഇല്ല. ഗവൺമെന്റ് ബഡ്ജറ്റിലും ഒരു പരിപാടിയും പ്രഖ്യാപിക്കുന്നില്ല അല്ലെ. ഒരു പരിപാടി, ഒരു സബ്സിഡിയോ ഒരു ആനുകൂല്യങ്ങളോ ഒരു പരിപാടിയും പ്രഖ്യാപിക്കുന്നില്ല. നമുക്കറിയാം, ഇറച്ചിക്കോഴി എന്ന് പറയുന്നത് അതിൽ കേരളത്തിൽ വിൽക്കുന്ന മൊത്തം ഇറച്ചിയുടെ പകുതി കോഴി ഇറച്ചിയാണ് അല്ലെ. ഏകദേശം 50,000 കോടി കിലോണെന്നാണ് അല്ലെ. 50,000 കോടി കിലോ എന്നാണ് മൊത്തത്തിൽ. അതിൽ ഏകദേശം 25,000 കോടിയോളം വരുന്നത് കോഴി ഇറച്ചിയാണ്. അപ്പോൾ ഒരു വലിയ മേഖലയാണ്. പല സ്ഥലത്തിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറച്ചി എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ്. മീറ്റ് പ്രോഡക്ട്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യമാണ്. പല ഗവൺമെന്റുകളും അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അപ്പം ഇതൊരു വളരെ നീറ്റായിട്ടുള്ളൊരു സാധനം അല്ലേ. മറ്റ് വിഷാംശങ്ങളൊന്നും കലരാത്ത നല്ല ഇറച്ചി വിൽപ്പന നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ മേഖലയെ അതൊരു ഇൻഡസ്ട്രിയായി കാണണം ഗവൺമെന്റ് കാണേണ്ടത്. ഇത്രയും കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു വ്യവസായമായി കാണണം. എന്നിട്ട് അതിനെ ഒരു കാർഷിക വൃത്തിയായി പ്രഖ്യാപിച്ചു. അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി അനാവശ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഈ ലൈസൻസ് രാജ്യ സമ്പ്രദായവും മാറ്റണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും സബ്സിഡി അടക്കമുള്ള നിരവധി പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടം ന്യായമായ പോരാട്ടമാണ്. ഞാൻ അതിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു. ഇവയുള്ള കാര്യവും അസുഖം കൂടെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ ഈ കാലയളവിൽ അത് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഞങ്ങൾ നടത്തും.
ഞങ്ങൾ ഈ വിഷയം നിയമസഭയിലൊക്കെ നിങ്ങളുടെ കാര്യം ഉന്നയിക്കാം, ഉറപ്പായിട്ടും ഉന്നയിക്കാം. ഇനി അങ്ങനെ നടന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. 26-ൽ ഇതെല്ലാം ശരിയാവും. ഇപ്പൊ ശരിയാക്കിയ പോലെയല്ല, ശരിക്കും അത് ശരിയാവും. അത് വാക്കാം. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളൊരു ഇൻഡസ്ട്രി, ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ നിങ്ങൾ വളരണം, നിങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഗവൺമെന്റിന്റെ കൂടെ ആവശ്യമുള്ളത് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. നിങ്ങൾ അത് ആ പൂർണ്ണമായ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞങ്ങൾക്കെല്ലാം ജനപ്രതിനിധികളായ അഷ്റഫിനെല്ലാം അറിയാം. അഷ്റഫിനൊഴിച്ച് ഞങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിന് കാര്യം നിങ്ങൾ വിശദമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിന് ഇന്നത്തെ നിങ്ങളുടെ ഈ മാർക്കും ധർണയും ഞങ്ങൾക്ക് കൂടി സഹായമാണ്. ഇനി മറക്കില്ലാണ്. ഇനി ഏത് കോഴി കർഷകരെ കണ്ടാലും ഈ വിഷയം ഓർമ്മയുണ്ടാവും, എവിടെ ചെന്നാലും ഓർമ്മയുണ്ടാവും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നെ ജനപ്രതിനിധികളായ ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ അത് ജെന്യുവിനാണ് എന്ന് തോന്നിയാൽ അത് നമ്മളെ മനസ്സിൽ കിടക്കും. കിട്ടുന്ന അവസരങ്ങളെല്ലാം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉറപ്പായി ഉപയോഗിക്കും. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടി നടത്തുന്നതിന് നിങ്ങളുടെ എല്ലാ സംഘടനകളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.